അതിദരിദ്രരില്ലാത്ത ജില്ലയെന്ന ചരിത്ര നേട്ടത്തിലേക്ക് ചുവടുവെച്ച് കോഴിക്കോട് നവംബർ 1 കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം കണ്ടത്. നാളെ കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോടിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കും. 2021-22 കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയപ്പോൾ 6773 കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയിരുന്നത്. ഇവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയുമെല്ലാം സഹായത്തോടെ ആവശ്യമായ ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും വരുമാന സംരംഭങ്ങളും സുരക്ഷിതമായ പാർപ്പിടവും ഒരുക്കിയാണ് ലക്ഷ്യത്തിലേക്ക് മുന്നേറിയത്. 1816 കുടുംബങ്ങൾക്ക് ഭക്ഷണവും 4775 പേർക്ക് മരുന്നും 579 കുടുംബങ്ങൾക്ക് പാലിയേറ്റീവ് പരിചരണവും 73 പേർക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങളും 513 കുടുംബങ്ങൾക്ക് വരുമാനവും 2050 കുടുംബങ്ങൾക്ക് പാർപ്പിടവും ഒരുക്കി. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഇതിനകം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സംസ്ഥാന സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും പ്രവർത്തിക്കുന്നതെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. അതിദരിദ്രരെ കണ്ടുപിടിക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് പണം ആയിരുന്നു ദാരിദ്ര്യം എന്ന് വിചാരിച്ചിടത്ത് നിന്ന് പണം ഇല്ലായ്മ മാത്രമല്ല ദാരിദ്ര്യം എന്ന് മറിഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ് പാരഡൈം ഷിഫ്റ്റ് ആണ് വന്നത്. സമീപനത്തിൽ അങ്ങേ അറ്റത്തെ ഒരു മാറ്റം അതാണ് സംഭവിച്ചത് അതിദരിദ്രരുടെ കാര്യത്തിൽ. അടുത്ത മാസം 1 കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക. സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലാ പ്രഖ്യാപനവും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിക്കും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. ഹരിത കേരളം മിഷൻ ജില്ലാ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രകാശനം ചെയ്യും. കൈരളി ന്യൂസ്, കോഴിക്കോട്.